ഹലോ ഫ്രണ്ട്സ്, എല്ലാവരെയും ഡ്രീം വെഡി ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ സീഗഡി മച്ചലി സൂക്കി ക്യോം നെഹീം എന്ന ലോക് കഥയുടെ ആക്ടിവിറ്റീസിലേക്കാണ് കടക്കുന്നത്. അതിനു മുമ്പായിട്ട് പാഠഭാഗത്ത് ഒരു 3-4 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ ആൻസറും കൂടെ ചെയ്യാം. 49-ാമത്തെ പേജ് നോക്കൂ. ബെച്ച പടപടാ ക്യോം രോത്താ രഹത്താ. എന്തുകൊണ്ടാണ് കുട്ടി കിടന്ന് കരഞ്ഞത്? എന്തുകൊണ്ടാണ് അറിയില്ലേ? കഥയില്ലേ? എന്തിനാ കുട്ടി കരഞ്ഞ? ഉറുമ്പ് കടിച്ചതുകൊണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? ബെച്ച പടപടാ രോത്താ രഹത്താ ക്യോങ്കി ചീണ്ടീനെ കാട്ടിലിയാ ഥാ. ചീണ്ടീനെ കാട്ടിലിയാ ഥാ. ചീണ്ടി കടിച്ചിരുന്നു, അതുകൊണ്ടാണ് കുട്ടി കിടന്ന് കരഞ്ഞത്. അടുത്ത നോക്കൂ, 51-ാമത്തെ പേജിലെ മച്ചലിയ അഭീ ഭീ സൂക്കി നഹീന്തി. മച്ചലി ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. ക്യോം എന്തുകൊണ്ട്? മച്ചലിയ അഭീ ഭീ സൂക്കി നഹീന്തി ക്യോങ്കി ക്യോങ്കി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ക്യോങ്കി അവശ്യ ധൂപ് നഹീ മിലാഥ. ആവശ്യമുള്ള വെയില് കിട്ടിയില്ലായിരുന്നു. അവശ്യ അല്ലെങ്കിൽ പര്യാപ്തം എന്നും ചേർക്കാം. അവശ്യ ധൂപ്പ് നഹി മിലാഥ. ആവശ്യമുള്ള വെയിൽ കിട്ടിയില്ല. മച്ചലി ഉണങ്ങാൻ ആവശ്യമുള്ള വെയിൽ കിട്ടാത്തത് കൊണ്ടാണ് മച്ചലി അബീബി സൂക്കി നഹീന്തി ഇപ്പോഴും ഉണങ്ങാതിരുന്നത്. അടുത്ത് നോക്കൂ, 52-ാമത്തെ പേജിലെ മുझसे क्यों पूछती हो? घास से पूछो, आप इससे सहमत है क्यों? അതായത് എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്? മുത്തശ്ശി പുല്ലിനോട് പോയി ചോദിക്കൂ. ഈ ആപ് ഇസസെ സഹമത്ത് ഹേ, നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ക്യോ എന്തുകൊണ്ട്? അതായത് ആരോടാ ചോദിച്ചത്? മച്ചലിയോട് ചോദിച്ചപ്പോൾ മച്ചലി പറയാണ് പുല്ലിനോട് പോയി ചോദിക്കൂ എന്ന്. ഇതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ്. മേ ഇസേ സഹമത്ത് ഹേ സഹമത്ത് ഹും, ഞാൻ ഇതിന് യോജിക്കുന്നുണ്ട്. ക്യോങ്കി ഘാസ് ബഡ് ഗയി ഥി, എന്തുകൊണ്ടെന്നാൽ പുല്ല് വളർന്നിരുന്നു. ഇസ്ലിയെ അവശ്യ ധൂപ്പ് നഹി മിലി, പുല്ല് വളർന്നതുകൊണ്ട് ആ മത്സ്യം ഉണങ്ങാനുള്ള ആവശ്യമുള്ള ധൂപ്പ് നഹി മിലി, ധൂപ്പ് വെയിൽ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇതിനോട് യോജിക്കുന്നു. അത് എന്നെ മച്ചലിയോടല്ല ചോദിക്കേണ്ടുന്നത്, പുല്ലിനോട് പോയി ചോദിക്കണം എന്ന് മച്ചലി പറഞ്ഞതിനോട് യോജിക്കുന്നു. അടുത്ത പേജ് നോക്കൂ. ബെച്ചടേക്കോ ക്യോം നഹീം ഛോടാ ഇസ് പർ ആപ്കാ വിചാർ ക്യാ ഹേ? ബെച്ചടേക്കോ ക്യോം നഹീം ഛോടാ. ബെച്ചടയെ എന്തുകൊണ്ടാണ് അഴിച്ചുവിടാഞ്ഞത്? ഇതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? നോക്കൂ, എന്തുകൊണ്ടാണ് അഴിച്ചു? ക്യോങ്കി ബെച്ചടേക്കോ നഹീം ഛോടാ ക്യോങ്കി ബെച്ച രോന ബന്ദ് നഹീം കർ രഹാ ഥാ. എന്തുകൊണ്ടാണ് അഴിച്ചു വിടാഞ്ഞത്? ക്യോങ്കി ബെച്ച രോന ബന്ദ് നഹീം കർ രഹാ ഥാ. അതായത് ബെച്ച കരച്ചില് നിർത്തുന്നുണ്ടായിരുന്നില്ല. കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു, അത് നിർത്തിയിരുന്നില്ല. ഇനി നമുക്ക് അടുത്ത പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ലിഖേ ബൂഢി അമ്മ കിൻ കിൻസേ മിലേ. ബൂഢി അമ്മയ്ക്ക് ആരെയൊക്കെയാണ് കാണാൻ സാധിച്ചത്? പഹലേ ദേഖിയേ. മച്ചലിയെ കണ്ടു അല്ലേ? ആദ്യമായിട്ട് അവർ സീഗഡി മച്ചലിയല്ലേ കണ്ടത്? മച്ചലിയെ കണ്ട. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സീഗഡി മച്ചലി എന്ന് എഴുതാം, മച്ചലി എന്ന് എഴുതാം. നമ്മൾ കോമൺ ആയിട്ട് മച്ചലി, മത്സ്യം എന്നാണ് പറയുന്നത്. അപ്പം മച്ചലി. ഇനി അടുത്തത് ആരെയാണ് കണ്ടത്? പുല്ലിനെ. ഘാസിനെ കണ്ടു. അടുത്തത് പശുക്കുട്ടിയാണ്, ബച്ചട. ആരെയാ കണ്ടത്? ബച്ചടയെ കണ്ടു. ആരെ കണ്ടു? ബച്ചട. ഇനി അടുത്തത് ഔരത്ത്, സ്ത്രീയെയാണ് കണ്ടത്, വീട്ടിലെ സ്ത്രീയെ. നെക്സ്റ്റ് ചിത്ര ദേക്കിയേ. ബച്ച കുട്ടി. അടുത്തത് ചീണ്ടി ഉറുമ്പ്. ഇവരെയൊക്കെയാണ് മുത്തശ്ശി കണ്ടത് അല്ലേ? വയസ്സായ അമ്മ ഇവരെയൊക്കെയാണ് കണ്ടത്.
അടുത്തത് രംഗ് ദേ ഉചിത് സംവാദ് സേ ജോഡി. അതായത് ഈ ചിത്രത്തിന് കളറ് കൊടുത്തിട്ട് അവർ പറയുന്ന സംഭാഷണത്തുമായിട്ട് യോജിപ്പിക്കാനാണ്. ജബ് ബച്ചേനെ രോനാ ഹി ബെന്ത് നഹീ കിയാ തോ മേ ബച്ചടേക്കോ കൈസേ ചോർത്തി. അതായത് കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ കയറഴിച്ചു വിടും. കിസ്നെ കഹ, ഇതാരാണ് പറഞ്ഞത്? ഔരത്തിനെ കഹ. അപ്പം നമ്മൾ എങ്ങനെ യോജിപ്പിക്കും? देखिए, ഈ സെൻറ്റൻസ് ഔരത്തിലേക്ക് കൊണ്ടുവരണം. കണ്ടാ? ഇനി അടുത്തത് നോക്കൂ. ബച്ചടേനെ മുജെ നഹീം ഖായാ തോ മേ ക്യാ കരൂ. ബച്ചട എന്നെ കഴിച്ചില്ല, പശുക്കുട്ടി എന്നെ കഴിച്ചില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യും? അതാരാ പറഞ്ഞത്? പുല്ലല്ലേ പറഞ്ഞത്. അപ്പോൾ പുല്ലിലേക്ക് ഇങ്ങനെ വരയ്ക്കുക. ഇത് കളർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇനി അടുത്ത സെൻറ്റൻസോ, घर की औरत ने मेरी रस्सी नहीं खोली तो मैं क्या करूं. വീട്ടിലെ ഔരത്ത് എൻ്റെ കയറ് അഴിച്ചു വിട്ടില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യും? അതാരാ പറഞ്ഞത്? പശുക്കുട്ടിയല്ലേ, ബച്ചടയാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ബച്ചടയിലേക്ക് കണക്ട് ചെയ്താലോ? ബച്ചടയിലേക്ക് കണക്ട് ചെയ്തു. ഇനി അടുത്തതേക്ക്, മുജേ ചീണ്ടീനെ കാട്ടാ ഥാ തോ മേം ക്യാ കരൂം. എന്നെ ചീണ്ടി കടിച്ചിരുന്നു, പിന്നെ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇതാരാണ് പറഞ്ഞത്? ബെച്ചയാണ് പറഞ്ഞത് അല്ലേ, ബെച്ച. അകല നോക്കൂ. തും ചട്ടായി കോ ലെപ്പേട്ട് ലോ ഔർ മുझे ജാനേ ഥോ. അതായത് നിങ്ങൾ, മുത്തശ്ശിയോട് പറയാണ്, നിങ്ങൾ ആ ചട്ടായി വിരിപ്പ് മടക്കൂ, എന്നിട്ട് എന്നെ പോകാൻ അനുവദിക്കൂ. ഇതാര് പറഞ്ഞേ? നമ്മുടെ ഉറുമ്പാണ് പറഞ്ഞത് അല്ലേ, ഉറുമ്പല്ലേ പറഞ്ഞത്. അപ്പോൾ ഉറുമ്പുമായിട്ട് കണക്ട് ചെയ്തു. ഇത്രയാണ് അതിലുള്ളത്. അടുത്തത്, ബൂഢി അമ്മ മച്ച് നീച്ചെ ദിയേ ഗയെ വാക്യ പർ ധ്യാൻ ദേ. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ ശ്രദ്ധിക്കേ. ബൂഢി അമ്മ മച്ചലിയോങ്കോ സൂഖാ രഹി ഥി. ബൂഢി അമ്മ മച്ചലിയെ ഉണക്കിക്കൊണ്ടേയിരുന്നു. അതുപോലെ ധാ, അവസാനം ധാ രഹി ധീ വന്നില്ലേ, അതുപോലുള്ള സെൻറ്റൻസ് എടുത്തെഴുതാനാണ്. അപ്പം നമ്മൾ പാഠഭാഗത്തിൽ നിന്നും ആ സെൻറ്റൻസ് കണ്ടുപിടിക്കണം. അപ്പം നോക്കൂ, ഇവിടെ ഉണ്ടല്ലോ 2-3 എണ്ണം ഉണ്ട്. ഏക്ക് ഹാത്ത് സേ ബച്ചോങ്കോ സഹലാ രഹി ധീ. ഒരു കൈ കൊണ്ട് കുട്ടിയെ തലോടുന്നുണ്ടായിരുന്നു. കൗവോങ്കോ ഭഗാ രഹി ധീ. കാക്കയെ ഓടിക്കുന്നുണ്ടായി. 2 സെൻറ്റൻസ് ആയില്ലേ. ഇനി ഒരു സെൻറ്റൻസും കൂടെ കണ്ടുപിടിച്ചാൽ ഓക്കെ ആവും. മച്ചലിയ അബീബി സൂക്കി നഹീ ധീ. അതിനെ അവിടെ എടുത്തെഴുതിയാൽ മതി. മച്ചലിയ അബീബി സൂക്കി നഹീ ധീ. ഇനി അടുത്തത് ഐസെ വാക്യ ബനായേ. ഇതുപോലെ വാക്യം ഉണ്ടാക്കാനാണ്. മച്ചുവാര ആരകാഹേ. മച്ചുവാര മത്സ്യബന്ധനക്കാരൻ വരുന്നുണ്ട്.